കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയതാണ് ഗിരീഷ് ബാബു. MCA ബിരുദധാരിയായ പ്രതി അതീവ തന്ത്രപരമായാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതും കൃത്യം നടപ്പാക്കിയതും തെളിവുകൾ നശിപ്പിച്ചതും. എന്നാൽ പിടിക്കപ്പെട്ടതോടെ പ്രതിയുടെ നീക്കങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു. ഗിരീഷുമായുള്ള തെളിവെടുപ്പിൽ മോഷ്ടിച്ച 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. കാക്കനാട് തെങ്ങോട്ടെ പാറമടയിലെ കുളത്തിലുപേക്ഷിച്ച ഫോണുകൾ സ്കൂബ സംഘമാണ് കണ്ടെടുത്തത്. ഈ മാസം 17-നാണ് ജെയ്സി എബ്രഹാമിനെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിന്റെ തുടക്കത്തിൽ തന്നെ പോലീസിന് കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ജെയ്സി എബ്രഹാമിനെ ഇൻഫോ പാർക്ക് ജീവനക്കാരനായ ഗിരീഷ് ബാബുവും സുഹൃത്ത് ഖദീജയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് കണ്ടെത്തി. സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു ക്രൂരമായ കൊലപാതകം. കൊലപാതകത്തിന് ശേഷം ജെയ്സിയുടെ 2 സ്വർണവളകളും 2 മൊബൈൽ ഫോണുകളും ഗിരീഷ് കൈക്കലാക്കിയിരുന്നു. ആഭരണങ്ങൾ അടിമാലിയിലെ ജ്വല്ലറിയിലാണ് വിറ്റത്. ഉരുക്കി സൂക്ഷിച്ച രീതിയിൽ 2 വളകൾ അന്വേഷണ സംഘം അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ഗിരീഷ് ബാബുവുമായി നടത്തിയ തെളിവെടുപ്പിൽ മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. സ്കൂബ ഡൈവേഴ്സിന്റെ സഹായത്തോടെ പുഴയിൽ നടത്തിയ പരിശോധനയിലാണ് ജെയ്സി എബ്രഹാമിന്റെ ഫ്ളാറ്റിൽ നിന്നും കവർന്ന 2 ഫോണുകളും കണ്ടെടുത്തത്. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്ന ഗിരീഷ് ഖദീജയുമായി ആസൂത്രണം ചെയ്ത് കൃത്യം നടത്തിയെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. കൊലപാതകം നടന്ന് 7 ദിവസത്തിന് ശേഷമാണ് പ്രതി ഗിരീഷിനെയും ഖദീജയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തുക്കളാണ് ഗിരീഷ് ബാബുവും ഖദീജയും. റിമാൻഡിലായിരുന്ന പ്രതിയെ ചൊവ്വാഴ്ച കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് തെളിവെടുപ്പുമായി മുന്നോട്ടു പോകുന്നത്. ന്യൂസ് 18 കൊച്ചി.